നമസ്കാരം. ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് അന്തർധാരയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശോഭാ സുരേന്ദ്രൻ കൊണ്ട വെയിലിന് കണക്കില്ല. എന്നിട്ടും കേരളത്തിലെ ബി.ജെ.പി അധ്യക്ഷ പദവിയിൽ നിന്ന് ബോധപൂർവം ശോഭയെ തഴയുകയാണ് ചെയ്തത്. കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഇതിനോടകം ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത പേരിലും സ്ഥാനത്തിലും അസൂയ പൂണ്ട ബി.ജെ.പി നേതാക്കന്മാർ തന്നെയാണ് ഇതിനു പിന്നിൽ. ഇതേ ബി.ജെ.പി നേതാക്കന്മാർ തന്നെയാണ് ശോഭയ്ക്ക് കിട്ടേണ്ടിയിരുന്ന അധികാര കസേരയിൽ നിന്ന് അണിയറ നീക്കങ്ങളിലൂടെ ശോഭയെ പിടിച്ചു വലിച്ചു പുറത്തു കളഞ്ഞത്. ചുണ്ടിനും കപ്പിനും ഇടയിൽ ശോഭയ്ക്ക് നഷ്ടമാക്കിയതാണ് എല്ലാവരും കൂടി ആ കസേര എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ അതോടെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷത്തിന്റെ അധപതനം തുടങ്ങി. ആദ്യം രാജീവ് ചെയ്തത് തന്നെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷത്തിനെ മുഴുവൻ ചെവിക്ക് പിടിച്ച് പുറത്താക്കലായിരുന്നു. അന്ന് ശോഭയ്ക്ക് ബി.ജെ.പി നേതൃത്വം കൊടുത്ത വാക്കാണ് കുറച്ചുകൂടി യോഗ്യതയുള്ള മികച്ചൊരു സിംഹാസനം. പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ പോലും ഒരു വിലയുമില്ലാതാക്കി ശോഭയെ തരം താഴ്ത്തുന്ന നടപടിയാണ് ഭാരവാഹി പട്ടികയിൽ പോലും ശോഭയ്ക്ക് പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനു പുറമെ അന്തിമ ബി.ജെ.പി ഭാരവാഹി പട്ടികയിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആ പണി ഇവിടെ നടക്കില്ല എന്ന തരത്തിൽ ബി.ജെ.പിക്കുള്ളിൽ വലിയ ഒച്ചപ്പാടും ബഹളവും തുടങ്ങിക്കഴിഞ്ഞു. രാജീവിന് പൂർണ്ണ സ്വാതന്ത്ര്യം തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വം കൊടുത്താലും ഇല്ലെങ്കിലും രാജീവിന്റെ തീരുമാനം വേണമെങ്കിൽ മോദി സ്വീകരിച്ചോട്ടെ, പക്ഷേ ഞങ്ങളെ അതിനു കിട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് നേതാക്കന്മാരൊക്കെ. ഇത്രയും കാലം കയ്യും മെയ്യും മറന്ന് കേരളത്തിൽ താമര നട്ടുവളർത്തിയവരെയൊക്കെ പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ള ഇന്നലെ കയറി വന്ന രാജീവിന്റെ ധാർഷ്ട്യത്തോട് കടുത്ത വിയോജിപ്പാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. തർക്കങ്ങൾ മുറുകുന്നത് കൊണ്ട് തന്നെ ബി.ജെ.പി ഭാരവാഹി പട്ടിക ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകുന്നു. ഇന്നലെ പ്രഖ്യാപിച്ചേക്കുമെന്ന് കരുതിയ പട്ടികയാണ് വൈകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചതായാണ് പരാതി. ശോഭാ സുരേന്ദ്രൻ തിരിച്ചെത്തുന്നതിലും പാർട്ടിയിൽ അതൃപ്തി നിലനിൽക്കുകയാണ്. എം.ഡി. രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിലും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട്. നിലവിലെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറിനെയും മാറ്റുന്നതിലാണ് എതിർപ്പ് ശക്തമായിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ നോമിനികളായി വന്ന ഇരുവരെയും ഒരുമിച്ചു മാറ്റിയാൽ കോർ കമ്മിറ്റിയിൽ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷത്തിന് പ്രാതിനിധ്യം കുറയുമെന്നതാണ് ഒരു ആശങ്ക. ഇതുകൂടാതെ മഹിളാ മോർച്ച, യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന പരാതി ശക്തമാണ്. യുവമോർച്ച അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ശ്യാംരാജ് സുരേന്ദ്രൻ പക്ഷത്തു നിന്നുള്ള നേതാവല്ല. മഹിളാ മോർച്ച അധ്യക്ഷയായി പരിഗണിക്കുന്ന നവ്യ ഹരിദാസ് പി.കെ. കൃഷ്ണദാസ് പക്ഷത്തുള്ള നേതാവാണ്. ഇതോടെയാണ് പട്ടികയ്ക്കെതിരെ അതൃപ്തി ശക്തമായിരിക്കുന്നത്. അതേസമയം ഭാരവാഹി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്ന് സൂചനയുണ്ട്. ബി.ജെ.പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുകയാണ്. നാളെയാണ് ചടങ്ങ്. ഇതിനു മുൻപായി തന്നെ പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു ബി.ജെ.പിയുടെ പദ്ധതി. എന്നാൽ എതിർപ്പുകൾ ശക്തമായതുമൂലം ഈ നീക്കം നടക്കാതെ പോവുകയായിരുന്നു. 10 ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ 25 ഭാരവാഹികളാണ് പുതിയ പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം. എം.ഡി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായേക്കും എന്നാണ് ആദ്യം പുറത്തുവന്ന സൂചന. രാജീവ് ചന്ദ്രശേഖറിന് സ്വീകാര്യനായ നേതാക്കന്മാരാണ് ഷോൺ ജോർജ്, എസ് സുരേഷ് എന്നിവർ. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷ നേതാക്കളെ പൂർണ്ണമായും തഴയുന്ന തരത്തിലുള്ളതാണ് നിലവിലത്തെ സാധ്യതാ പട്ടിക. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനത്തിനു ശേഷം പാർട്ടിയിൽ വിവാദങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതലാണ്.